നമസ്കാരം. ഗ്രാമ്യ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. നാട്ടിക ഫർക്ക സഹകരണ റൂറൽ ബാങ്കിന്റെ പുതിയ ആസ്ഥാന മന്ദിരം സഹകരണ വകുപ്പ് മന്ത്രി വി.എൻ. വാസവൻ നാടിന് സമർപ്പിച്ചു. ഒപ്പം 107 കോടി രൂപയുടെ നിക്ഷേപം മറ്റ് ബാങ്കുകളിലുമെല്ലാമുള്ള ഈ സാമ്പത്തിക സ്ഥാപനം ഈ പ്രദേശത്തെ സാധാരണ ജനങ്ങളുടെ അത്താണിയായി പ്രവർത്തിക്കുന്നു എന്നതിൽ ഏറെ സന്തോഷിക്കുന്നു. മനോഹരമായ ഒരു ആസ്ഥാന മന്ദിരം ഈ സ്ഥാപനത്തിന് അനിവാര്യമായി. അത് നിർമ്മിച്ച ഇതിൻ്റെ അണിയറ ശില്പികളെ, ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വപരമായി പങ്കുവഹിക്കുന്ന ബാങ്കിൻ്റെ പ്രസിഡന്റ് നേതൃത്വമുള്ള ഭരണസമിതിയെയും സെക്രട്ടറിയുടെ നേതൃത്വമുള്ള ജീവനക്കാരെയും സഹകരണ വകുപ്പിന് വേണ്ടി പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. സമന്വയ സഹകരണ മാർട്ട് സി മുകുന്ദൻ എം.എൽ.എയും ഇലക്ട്രിക് വെഹിക്കിൾസ് ചാർജിംഗ് സ്റ്റേഷൻ കേരള ബാങ്ക് വൈസ് പ്രസിഡന്റ് എം.കെ. കണ്ണനും ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് ഐ.കെ. വിഷ്ണുദാസ് അധ്യക്ഷനായി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 10 ലക്ഷം രൂപ ചടങ്ങിൽ കൈമാറി. ബാങ്ക് മുഴുവൻ പ്രസിഡന്റുമാരായ പി.എം. അഹമ്മദ്, പ്രൊഫസർ കെ.യു. അരുണൻ, എം.കെ. രാമചന്ദ്രൻ, കെ.ആർ. സീത എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. കെട്ടിട ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കി. ബാങ്ക് സെക്രട്ടറി പി.സി. ഫൈസൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കെട്ടിടം നിർമ്മിച്ച ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് ചടങ്ങിൽ മന്ത്രി ഉപഹാരം നൽകി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ.സി. പ്രസാദ്, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി.എം. അഹമ്മദ്, മഞ്ജുള അരുണൻ, ഡെപ്യൂട്ടി രജിസ്ട്രാർ ടി.കെ. രവീന്ദ്രൻ, ബാങ്ക് വൈസ് പ്രസിഡന്റ് പി.വി. മോഹനൻ, വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി.ആർ. ഷൈൻ, ഇ.പി. അജയ് ഘോഷ്, പി.കെ. ചന്ദ്രശേഖരൻ, എം.എ. ഹാരിസ് ബാബു, വി.പി. ആനന്ദൻ, മറ്റ് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു. അനുബന്ധ സ്ഥാപനങ്ങളുമായി വലപ്പാട് ബ്രാഞ്ചും സഹകരണ സ്ഥാപനങ്ങളുടെ ഉൽപ്പന്ന വിപണന കേന്ദ്രമായ സമന്വയ സഹകരണ മാർട്ടും പ്രവർത്തിക്കും. കേരള ദിനേശ്, മിൽമ സ്റ്റോഴ്സ് ആൻഡ് പാർലർ, റേസ് കോ ഉൽപ്പന്നങ്ങൾ, കേരള സോപ്സ്, പള്ളിയാക്കൽ സർവീസ് സഹകരണ സംഘത്തിന്റെ പൊക്കാളി അരിയും മറ്റു ഉൽപ്പന്നങ്ങളും, വെങ്ങിനിശ്ശേരി വെളിച്ചെണ്ണ, തങ്കമണി സർവീസ് സഹകരണ ബാങ്കിന്റെ സഹ്യ തേയില, വാരപ്പെട്ടി സർവീസ് സഹകരണ ബാങ്കിന്റെ ഗ്രീൻ പ്രോഡക്റ്റ്, മറയൂർ ശർക്കര, മത്സ്യഫെഡ് ഉൽപ്പന്നങ്ങൾ എന്നിവ സമന്വയ മാർട്ടിലുണ്ട്. പെരിഞ്ഞനം പഞ്ചായത്തിലെ റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തി. ഡി.സി.സി. സെക്രട്ടറി സി ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. സുധാകരൻ മണപ്പാട്ട് അധ്യക്ഷനായി. സി.പി. ഉല്ലാസ്, സുനിൽ ജി മേനോൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജിനീഷ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ലിജേഷ് എന്നിവർ സംസാരിച്ചു. കർഷകരുടെ കാര്യം മാത്രമേ ഞാനൊന്ന് പറയാം. അത് മാത്രമേ മറ്റൊന്ന് കടത്തു തുടങ്ങിയാൽ ദിവസങ്ങളോടെ പിടിക്കും ഇവിടുത്തെ കാര്യങ്ങൾ പറയാനായിട്ട്. മനസ്സിലായോ? അതായത് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു 800 കോടി രൂപയോളം കർഷകന് കൊടുക്കാനുണ്ട്. ഇത് എങ്ങനെ സപ്ലൈക്ക് കൊടുക്കാനുണ്ട്. നെല്ല് വാങ്ങി അരി കൊത്തി അത് വിറ്റ് അതിൻ്റെ പൈസ വിറ്റ് വേണം ഈ കർഷകന് നെല്ല് കൊടുക്കാൻ. ഇവിടെ ആകെ ചോദിച്ചത് 50 കോടി രൂപയാണ് കഴിഞ്ഞ പ്രാവശ്യം കേരള ഗവൺമെന്റ് റീസെൻ്റായിട്ട് 50 കോടി രൂപ. വാടാനപ്പള്ളി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിൽ ഇടവക ദിനവും അവാർഡ് ദാനവും നടത്തി. ഞായറാഴ്ച രാവിലെ നടന്ന ദിവ്യബലിക്ക് മാർ ടോണി നീലങ്കാവിൽ നേതൃത്വം നൽകി. പൊതുസമ്മേളനം ഇടവകാംഗവും കുറുമാൽ സെന്റ് ജോർജ് ദേവാലയ വികാരിയുമായ ഫാദർ ഡോക്ടർ സേവ്യർ ക്രിസ്റ്റി പള്ളിക്കുന്നത്ത് ഉദ്ഘാടനം ചെയ്തു. വാടാനപ്പള്ളി ഇടവക വികാരി ഫാദർ അഡ്വക്കേറ്റ് ഏബിൾ ചിറമേൽ അധ്യക്ഷനായി. ഡീക്കൽ ക്ലിന്റ് പാണയങ്ങാടൻ, ട്രസ്റ്റി സി.എ. ലോനപ്പൻ, ജനറൽ കൺവീനർ എം.എൽ. സെബാസ്റ്റ്യൻ, സിസ്റ്റർ ട്രസി, ഫ്രാൻസിസ് നെല്ലിശ്ശേരി, സെൻസി അലക്സ് എന്നിവർ സംസാരിച്ചു. SSLC, +2 വിശ്വാസ പരിശീലനം എന്നീ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അവാർഡ് നൽകി സമ്മേളനത്തിൽ ആദരിച്ചു. 4 മാസമായി ഇടവകയിൽ നടന്നുവന്നിരുന്ന ഇടവകോത്സവം കോൺകോഡിയ 2024 വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണവും ചെയ്തു. തുടർന്ന് ഇടവകാംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ നടന്നു. വയനാട്ടിലെ മുണ്ടക്കൈ, ചൂരൽമല, കോഴിക്കോട്, വിലങ്ങാട് തുടങ്ങിയ ഉരുൾപൊട്ടൽ മേഖലയിലെ ദുരിതബാധിതർക്ക് സഹായമെത്തിക്കാൻ പെരിങ്ങോട്ടുകര നെഹ്റു സ്റ്റഡി ആൻഡ് കൾച്ചറൽ ഫോറം ചെമ്മാപ്പള്ളി KN കോംപ്ലക്സിൽ ആരംഭിച്ച കളക്ഷൻ സെന്ററിലേക്ക് ചെമ്മാപ്പള്ളി ALP സ്കൂളിലെ വിദ്യാർത്ഥികൾ ശേഖരിച്ച ഫണ്ട് നൽകി. സ്കൂൾ അസംബ്ലിയിൽ വെച്ച് പ്രധാന അധ്യാപിക KP ബിന്ദു, PTA പ്രസിഡന്റ് PP പ്രജീഷ, സ്കൂൾ ലീഡർ മുഹമ്മദ് യാഫീസ് എന്നിവർ കൾച്ചറൽ ഫോറം ചെയർമാൻ ആൻഡോ തൊറയൻ, കൺവീനർ രാമൻ നമ്പൂതിരി,
ട്രഷറർ പ്രമോദ് കണിമംഗലത്ത് എന്നിവർ തുക കൈമാറി. സ്വന്തം കാശുകുടുക്കകൾ പൊട്ടിച്ച തുക ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നൽകിയ LKG വിദ്യാർത്ഥി വർണവ്, 4ാം ക്ലാസ് വിദ്യാർത്ഥി ആദിദേവ് എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. EG ലിജി, കൾച്ചറൽ ഫോറം ഭാരവാഹികളായ സാജൻ കുറ്റിക്കാട്ടുപറമ്പിൽ, പോൾ പുലിക്കോട്ടിൽ എന്നിവർ സംസാരിച്ചു. സെറാഫിക് ഗേൾസ് ഹൈസ്കൂൾ സമാഹരിച്ച തുക പ്രധാന അധ്യാപിക സിസ്റ്റർ ടെസിൻ, MPTA പ്രസിഡന്റ് കീർത്തി സ്റ്റാൻലി എന്നിവർ ചേർന്ന് നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം ഭാരവാഹികൾക്ക് കൈമാറി. വയനാട് ദുരന്തബാധിതർക്ക് കൈത്താങ്ങായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ബോയ്സ് ഓൺ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് വലപ്പാട് 15,300 രൂപ കൈമാറി. ബോയ്സ് ഓൺ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സെക്രട്ടറി റെജിൻ, വൈസ് പ്രസിഡന്റ് സജീഷ്, ഹിമേഷ്, രക്ഷാധികാരി അനിൽകുമാർ ചേർന്നാണ് തൃശൂർ ഡെപ്യൂട്ടി കളക്ടർക്ക് തുക നൽകിയത്. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.